Hi all, welcome to our channel Chandil's Crafted Stone with Care. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ക്രോസിംഗ് ചെയിൻ ആണ്. ഈ ഒരു ക്രോസിംഗ് ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിനായി ആദ്യം വേണ്ടുന്നത് ഈ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഇത് ഞാൻ ഓൾറെഡി ഇന്നത്തെ എടുത്തേക്കുന്നത് 2 mm ആണ്, പക്ഷേ ഇത് 4 mm ആണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് നീഡിലും അതുപോലെ കങ്കൂസും കൂടെയാണ്. കങ്കൂസ് ഓൾറെഡി അത് ഞാൻ നീഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് ഗമ്മും ഇട്ടേക്കൊണ്ട് ഈ ഗമ്മാണ് ഞങ്ങൾ പൊതുവെ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടുന്നതാണ് കട്ടറ്, ബാക്ക് ചെയിൻ. പിന്നെ ഇതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലോക്കറ്റാണ് തൽക്കാലം ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ക്രോസിംഗ് ചെയിൻ ചെയ്തു തുടങ്ങിയാലോ? അതിന് വേണ്ടുന്നൊരു സാധനമാണ്, ഞാൻ മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി, ജമ്പ് റിങ്. ഇതാണ് ജമ്പ് റിങ്. ഇത് കട്ട് ചെയ്താണ് പൊതുവേ ജമ്പ് റിങ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ജമ്പ് റിങ് എടുത്തത് ഈ കുളത്തിൻ്റെ 2 റിങ് കട്ട് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങുവാണേ. ജമ്പ് റിങ് എടുക്കുക, അതിൻ്റെ അകത്തൂടെ 2 സൂചി ഒരുമിച്ച് കയറ്റണം. ഇതിങ്ങി അറ്റത്തോട്ട് കൊണ്ടുവരണം. ഇതവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചാൽ കെട്ട് കെട്ടണം. ഞാൻ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണേ. ഒരു കെട്ടിട്ട് കഴിഞ്ഞു, രണ്ടാമത്തെ കെട്ട് ഇടുന്നു. ആ കെട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗം അവിടെ ആഡ് ചെയ്യുവാണേ. കുറച്ച് ഗമ്മൊക്കെ നമ്മൾ തേച്ച് അതിനെ സ്റ്റിഫാക്കിയേ. 2 കെട്ട് കെട്ടി. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ഇതിനെ നമ്മളങ്ങ് കട്ട് ചെയ്ത് ആദ്യമേ അങ്ങ് മാറ്റുവാണേ. അത് നമ്മൾ തന്നെ മാറ്റി ഇനി നമ്മളിതാ 2 നീഡിലോട്ട് പോവുകയാണ്. അപ്പം 2 നീഡിലിൻ്റെ അറ്റം നമ്മൾ കൊണ്ടുവന്നു. അതിൽ ഓരോ നീഡിലും ഒരെണ്ണം വെച്ചങ്ങ് കയറ്റുക. ഒരു ബ്ലാക്ക് ബീഡ്സ് വെച്ച് കയറ്റണേ. വീണ്ടും ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ബ്ലാക്ക് ബീഡ് ഇട്ടിട്ട് ആ ഒരു സൈഡിൽ കൂടെ ഇതങ്ങ് മറ്റേ നീഡിലങ്ങ് കയറ്റണം. ഇതാണ് നമ്മൾ ക്രോസിങ്. അതിങ്ങനെ താഴെ കൊണ്ടുവന്ന് ഇങ്ങനെ വന്നേ. അത് നമ്മൾ ഈ 2 സൈഡിൽ കൂടെ വലിച്ച് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ വരും. ഈ പ്രോസസ്സ് നമ്മളങ്ങ് റിപ്പീറ്റ് ചെയ്യുവാണേ. ഒന്നിൽ കൂടെ ഒരെണ്ണം ഇട്ടു, അടുത്തേക്ക് കൂടെ 1, പിന്നെ 1 കൂടെ ഇടുക ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് താഴോട്ട് കൊണ്ടിടണം. ഇവിടെ ക്രോസ് ചെയ്യുവാണേ. ഈ പ്രോസസ് നമ്മൾ കണ്ണ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നടുക്ക് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത്. താഴെ കൊണ്ടുവന്ന് ഞാൻ മുമ്പേ കാണിച്ചതുപോലെ ഇങ്ങനെ 2 സൈഡിൽ നിന്നും വലിക്കുവാണേ. 2 അറ്റത്തു നിന്ന് വലിച്ച് ഇങ്ങനെ താഴെ കൊണ്ടുവന്നാൽ ഇപ്പോൾ ഈ ഷേപ്പായി. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ ഈ പ്രോസസ് നമ്മൾ കണ്ണ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മൾ ക്രോസിങ് ചെയ്ത് ഇതുവരെ എത്തി. അതായത് ഒരു മാലയുടെ പാതി വരെ എത്തി. ഇങ്ങനെ ഇരിക്കും. ഇവിടം വരെ എത്തി. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ചോക്കറാക്കാം. ചോക്കറാണെങ്കിൽ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കിടക്കും. അത് കുറച്ചൊരു നീട്ടം ഉണ്ടാവണം. കുറച്ചുകൂടി നീളം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചോക്കറാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ക്രോസിങ് ചെയിൻ ആക്കുകയും ചെയ്യാം. ക്രോസിങ് ചെയിൻ പലരും ഗോൾഡ് പോലത്തെ കോയിൻ വെച്ചാണ് കാണിക്കുന്നത്. ഞാൻ കുറച്ച് പ്രത്യേകത രീതിയിലാണ് കാണിക്കുന്നത്. അതിൻ്റെയാണ് ഒരു ഉദാഹരണം ഇത്. അടുത്തൊരു ലോക്കറ്റ്, ഇതുപോലത്തെ കുറച്ച് ലോക്കറ്റ്സ് വെച്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രോസിങ് എങ്ങനെയാണെന്ന്. ഇനി 2 നീഡിൽ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നു. ഇതിൻ്റെ അകത്തൂടെ ഇതങ്ങ് കയറ്റുവാണേ. ഇതങ്ങ് അകത്തൂടെ കയറ്റി ഇങ്ങനെ അറ്റം വരെ കൊണ്ടുവരികയാണ്. ഇവിടെ വരെ കൊണ്ടുവന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്കത് ക്രോസിങ് ആക്കി ഇവിടെ നമുക്ക് സ്റ്റക്കാക്കി വെക്കാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കാണിച്ച ഈ ലോക്കറ്റിനെ നമ്മൾ കൃത്യം അതിൻ്റെ പൊസിഷൻ ഇരുത്താനാണ് നോക്കുന്നത്. അപ്പോൾ ഒരു നീഡിലിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലാക്ക് ബീഡ് ഇട്ടു. അപ്പുറത്തെ നീഡിലിങ് എടുത്തിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മുടെ അകത്തോട്ട് കയറ്റുവാണേ. നമ്മൾ മുമ്പേ പറഞ്ഞു ക്രോസിങ് എന്താണെന്നൊക്കെ പറഞ്ഞു. അതാണ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മളിതിങ്ങനെ ക്രോസ് ചെയ്ത് വരുവാണ്.
റെഡിയാക്കി. ഇതേ പ്രോസസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ക്രോസിങ് ചെയ്ത് വന്ന് ഇവിടെ ഇങ്ങനെ വന്ന് ലോക്കറ്റുകളൊക്കെ ഇട്ട് നമ്മളിവിടെ വന്ന് ക്രോസിങ് ചെയ്ത് അവസാനിപ്പിച്ചേ. ഇവിടെ എത്ര എണ്ണം നമ്മൾ ഇട്ടുണ്ട് അതേപടി ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ. നമുക്കിനി അത് ചെയ്ത് തുടങ്ങാം. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പ്രവേശിപ്പിക്കുകയാണ്. ലാസ്റ്റ് ക്രോസിങ്. ഇവിടെ വരെ എത്തി. നമ്മുടെ എല്ലാം കഴിഞ്ഞിനി നമ്മൾ ജമ്പ് റിങ്ങിലോട്ട് ഇത് കയറ്റണം. ജമ്പ് റിങ് എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണ്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ അകത്തോട്ട് കയറ്റി ഒരു നോട്ടങ്ങിടണം. നോട്ട് ഇടുവാണേ. നമ്മൾ ഇത് കുറച്ച് താഴോട്ടാക്കണം. നമ്മൾ കുറച്ച് ബലം പ്രയോഗിക്കണം. നമ്മൾ ഗം ഇട്ടിട്ടുണ്ട് ഓൾറെഡി നൂലിൽ, അതുകൊണ്ട് ഒന്ന് ബലം പ്രയോഗിച്ച് പൊട്ടത്തൊന്നുമില്ല. ബലം പ്രയോഗിച്ച് താഴോട്ടാക്കി. ഇനി ഇതാ ലാസ്റ്റ് സ്റ്റെപ്പ്. മല റെഡിയാണ്, എല്ലാ രീതിയിലും റെഡിയാണ്. നമ്മളിനി നമ്മുടെ ത്രെഡ് ടൈപ്പ് ചെയിന് ഇങ്ങോട്ട് കയറ്റുവാണേ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ക്രോസിങ് ചെയിൻ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.